കേരളക്കരയാകെ ഓളം തീർത്ത ഛോട്ടാ മുംബൈ വീണ്ടും തിയേറ്ററുകളിൽ എത്തുകയാണ്. ഒരു കാലത്ത് മലയാളി സിനിമാ പ്രേക്ഷകരെ ആവേശം കൊള്ളിച്ച നമ്മുടെ ലാലേട്ടൻ നിറഞ്ഞാടിയ ചിത്രമായിരുന്നു ഛോട്ടാ മുംബൈ. നാളെയാണ് ചിത്രം പുത്തൻ സാങ്കേതിക വിദ്യയുടെ അകമ്പടിയോടെ റിലീസ് ചെയ്യുന്നത്. വമ്പൻ ആഘോഷങ്ങളാണ് സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ട് ആരാധകർ പ്ലാൻ ചെയ്യുന്നത്. ഇപ്പോഴിതാ സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗും ആരംഭിച്ചിരിക്കുകയാണ്. ആദ്യ ദിനം ചിത്രം റിലീസ് റെക്കോർഡുകൾ തകർക്കുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നതും. സ്ഫടികം, മണിച്ചിത്രത്താഴ്, ദേവദൂതൻ എന്നീ സിനിമകളാണ് മോഹൻലാലിൻ്റെതായി മുൻപ് പുറത്തിറങ്ങിയ റിലീസ് ചിത്രങ്ങൾ. ഈ ചിത്രങ്ങളുടെയൊക്കെ കളക്ഷൻ റെക്കോർഡുകളെ തലയും പിള്ളേരും എത്തി തകർക്കുമോ എന്നാണ് ആരാധകർ ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. ഭദ്രൻ ഒരുക്കിയ സ്ഫടികം പുത്തൻ സാങ്കേതിക മികവോടെ തിരിച്ചെത്തിയപ്പോൾ ആദ്യ ദിനം 77 ലക്ഷമായിരുന്നു നേടിയത്. ഏകദേശം 4 കോടിയോളമാണ് സിനിമ റിലീസ് തിയേറ്ററിൽ നിന്നും വാരിക്കൂട്ടിയതും. ആദ്യത്തെ റിലീസിൽ ബോക്സ് ഓഫീസിൽ വേണ്ട വിധത്തിൽ ശ്രദ്ധിക്കാതെ പോയ ദേവദൂതൻ രണ്ടാം വരവിൽ ഗംഭീരമായ അഭിപ്രായമായിരുന്നു നേടിയത്. സിനിമ ആദ്യ ദിനം നേടിയത് 50 ലക്ഷമായിരുന്നു. 5.4 കോടിയാണ് ആഗോളതലത്തിൽ ദേവദൂതൻ്റെ ഫൈനൽ കളക്ഷൻ. മണിച്ചിത്രത്താഴ് വീണ്ടും പുറത്തിറങ്ങിയപ്പോഴും ആദ്യ ദിനം 50 ലക്ഷം സ്വന്തമാക്കിയ സിനിമ ഫൈനൽ കളക്ഷനായി നേടിയത് 4.71 കോടി രൂപയായിരുന്നു. ഈ റെക്കോർഡ് കളക്ഷനെ ഒക്കെ ഛോട്ടാ മുംബൈ തകർക്കും എന്ന് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നതും. ഛോട്ടാ മുംബൈ വീണ്ടും തിയേറ്ററുകളിൽ എത്തുമ്പോൾ മൺമറഞ്ഞുപോയ കുറേ താരങ്ങളെ വീണ്ടും വെള്ളിത്തിരയിൽ കാണുവാനുള്ള അവസരം കൂടിയാണ് സിനിമാ പ്രേമികൾക്ക് ലഭിക്കുന്നത്. അനശ്വര കലാകാരൻ കലാഭവൻ മണിയായിരുന്നു മോഹൻലാലിന് ഒത്ത എതിരാളിയായി ഈ സിനിമയിൽ നിറഞ്ഞാടിയത്. ഒരിക്കലും നമുക്ക് അദ്ദേഹത്തെ ഈ സിനിമയിലെ വേഷങ്ങൾ മറക്കുവാൻ കഴിയില്ല. അതുപോലെ തന്നെയാണ് കൊച്ചിൻ കനീഫയും രാജൻ പി ദേവും കൊച്ചുപ്രേമനും ശരണ്യയും സന്തോഷ് ജോഗിയുമെല്ലാം നമ്മോട് വിട പറഞ്ഞിട്ട് കുറേ നാളുകളായി. ഇവരൊക്കെ ഛോട്ടാ മുംബൈയിലൂടെ വീണ്ടും പ്രേക്ഷകർക്ക് മുന്നിലെത്തുമ്പോൾ അത് സിനിമാ പ്രേമികൾക്ക് വേറിട്ടൊരു അനുഭവം കൂടിയാണ്.